ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മാർച്ച് മാസത്തിൽ ഹോണ്ട വാഹനങ്ങളിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഓഫേഴ്സിനെ പറ്റിയാണ്. മിക്ക വണ്ടികളിലും അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഉണ്ട്. ഈവൻ അവരുടെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത എലവേറ്റിൽ ഒരു ഓഫർ ഉണ്ട്. ഇവിടെ ഇപ്പം എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഓഫേഴ്സ് നമ്മുടെ അമേസിലാണ് വരുന്നത്. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, ഈ വണ്ടിക്ക് സെയിലില്ലാത്തതല്ല, സെയിൽ അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഓൺ ആൻ ആവറേജ് ഒരു മാസം ഒരു 5,000 4,000 ഇപ്പോൾ കുറച്ച് കാലമായിട്ട് 3,000 ഇടയിലൊക്കെയാണ് ആവറേജ് ചെയ്യുന്നത്. പക്ഷേ അത് എലവേറ്റൊക്കെ വന്നതിന് ശേഷമാണ്, അതായത് മൊത്തത്തിലുള്ളവരുടെ പ്രൊഡക്ഷൻ ലൈനെ അഡ്ജസ്റ്റ് ചെയ്ത് എലവേറ്റിൻ്റെ പ്രൊഡക്ഷനാണ് അവർ ഇത്തിരി കൂടെ കൂട്ടി നിർത്തിയിരിക്കുന്നത്. അതായത് ഹോണ്ടയുടെ ഇപ്പോഴത്തെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് വാഹനം എലവേറ്റ് തന്നെയാണ്. എന്തായാലും അമേസിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ പ്രൈസ് കൊണ്ട് എല്ലാവർക്കും ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഇപ്പോൾ വാങ്ങാൻ പറ്റിയ ഒരു ഹോണ്ട വാഹനമേ ഉള്ളൂ, അത് അമേസ് ആണ്. 7.16 lakhs പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 9.92 lakhs വരെയാണ് പ്രൈസ് പോകുന്നത്. ഇപ്പോൾ ഈ വാഹനത്തിലാകെ പെട്രോൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 1.2 ലിറ്റർ ഐവിടെക് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. എന്തായാലും നമുക്കിനി മെയിനായിട്ട് നോക്കാനുള്ളത് ഇതിൻ്റെ ഓഫേഴ്സിനെ പറ്റിയാണല്ലോ. മാക്സിമം 90,000 വരെയുള്ള ഡിസ്കൗണ്ട് ആണ് നമുക്കിപ്പോൾ അമേസിൽ കിട്ടുന്നത്. പക്ഷേ 90,000 നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് കിട്ടില്ല. അതായത് ഇപ്പം 10 ലക്ഷം രൂപയുടെ വണ്ടിയാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നതെങ്കിൽ 9.1 നിങ്ങൾക്ക് ഈ വണ്ടി കിട്ടിക്കൊള്ളണമെന്നില്ല. ഏതായാലും നമുക്ക് സ്പ്ലിറ്റപ്പ് ആയിട്ട് നോക്കാം ഇതിൻ്റെ ഓഫേഴ്സ് എങ്ങനെയാണെന്ന്. 35,000 വരെയുള്ള മാക്സിമം ക്യാഷ് ഡിസ്കൗണ്ട് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അത്രേ ഉള്ളൂ. അതായത് ഏത് മോഡൽ എടുത്താലും നമുക്ക് കിട്ടുന്ന ക്യാഷ് ഡിസ്കൗണ്ട് ഇതാണ്. ഇത് നിങ്ങൾക്ക് ഒന്നേ ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ 41,653 rupees വരെയുള്ള ആക്സസറീസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഹോണ്ടയുടെ ഡീലർഷിപ്പിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും. ഒഫീഷ്യൽ ആക്സസറീസ് ആയിരിക്കും അത് നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് കിട്ടും. ഇത്രയും റേറ്റ് വരെ മാക്സിമം എടുക്കാൻ പറ്റും, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ അത്രയും. അതുപോലെ പിന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന കോർപ്പറേറ്റ് ഓഫർ ഉണ്ട്, അത് 20,000 രൂപയുടെയാണ് വരുന്നത്. അതുപോലെ എക്സ്ചേഞ്ച് ബോണസ് 10,000 രൂപ വരെ മാക്സിമം കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഓൾറെഡി ഒരു ഹോണ്ട കസ്റ്റമർ ആണെങ്കിൽ 4,000 രൂപയുടെ ലോയൽറ്റി ബോണസ് കിട്ടുന്നുണ്ട്. അതായത് ഹോണ്ടയുടെ വണ്ടികൾ തന്നെ അവിടെ കൊടുക്കുകയാണെങ്കിൽ കിട്ടുന്ന അഡീഷണൽ ഓഫറാണ് എക്സ്ചേഞ്ച് ബോണസിൻ്റെ മുകളിൽ കൂടെ. അത് പക്ഷേ ഹോണ്ട വണ്ടി നിങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ, അതുകൊണ്ട് അതെല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ ബാക്കി പറഞ്ഞ സാധനങ്ങളൊക്കെ ഒട്ടുമിക്ക ആൾക്കാർക്ക് ആപ്ലിക്കബിൾ ആക്കാൻ പറ്റിയ സംഭവങ്ങളാണെന്ന് പറയാം. പിന്നെ ഇതിനൊക്കെ പുറമെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ മോഡലുണ്ട്, എലൈറ്റ് എന്ന് പറയും. ആ ഒരു വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ 30,000 രൂപയുള്ള അഡീഷണൽ ഓഫറും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത്ര ഓഫേഴ്സാണ് നമുക്കിപ്പം നിലവിൽ ഹോണ്ട അമേസിൽ കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൈസ് നോക്കി നമ്മൾ ഓഫേഴ്സ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹോണ്ട ഇപ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് എന്ന് പറയാം. പക്ഷേ ഇതിനൊരു വേറെ ക്യാച്ച് ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ അമേസിൻ്റെ ഒരു പുതിയ ജനറേഷൻ മോഡൽ ഈ വർഷം ലാസ്റ്റ് ആകുമ്പോഴേക്കും വരും എന്നാണ് ഓട്ടോക്കാർ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങൾ ഇപ്പോൾ വണ്ടി വാങ്ങുകയാണെങ്കിൽ കുറച്ച് കാലം കൊണ്ട് തന്നെ ഇതിൻ്റെ ജനറേഷൻ മാറിയിട്ടുള്ള പുതിയ വണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് റിഗ്രറ്റ് ആവില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇപ്പോൾ വണ്ടി എടുക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇത്തിരി കൂടെ കാശ് കൂട്ടിയിട്ട് പുതിയ വണ്ടി എടുക്കുന്നത് കൊണ്ടും തെറ്റില്ല എന്ന് പറയാം. കാരണം പുതിയ വണ്ടി വരുന്ന സമയത്ത് അതിൻ്റെ പ്ലാറ്റ്ഫോം അടക്കമുള്ള എല്ലാ സാധനങ്ങളും മാറും. സിറ്റിയുടെ പ്ലാറ്റ്ഫോമിലേക്ക് അത് പോകും എന്നാണ് പറയുന്നത്. എഞ്ചിനൊന്നും മാറില്ല, സെയിം തന്നെ ആയിരിക്കും. പക്ഷേ ഫീച്ചേഴ്സും അതുപോലെ വണ്ടി കാണാനുള്ള ഡിസൈൻ, ഇൻറ്റീരിയറിൽ വരുന്ന ഒരു ക്വാളിറ്റി ആണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും ഈവൻ ഡാഷ്ബോർഡ് ഡിസൈൻ ആണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും മാറും. പിന്നെ നമുക്ക് അമേസിലും അത് പുതിയ സിറ്റിയിലും എലവേറ്റിലൊക്കെ കിട്ടുന്ന കുറേയൊക്കെ ഫീച്ചേഴ്സും ഈ വാഹനത്തിലേക്ക് ക്യാരി ഓവറായി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ പുതിയ അമേസ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി അതല്ല നിങ്ങൾക്ക് ജനറേഷൻ മാറുന്നതിനൊന്നും വ്യത്യാസം വരുന്നില്ല, അല്ലെങ്കിൽ അതൊന്നും നിങ്ങൾ നോക്കാറില്ല എങ്കിൽ ഇതെടുക്കുന്നതൊന്നും കുഴപ്പമില്ല. ഇനി അടുത്ത വാഹനം ഹോണ്ട സിറ്റിയാണ്. ഹോണ്ടയുടെ ഇന്ത്യയിലുള്ള ലൈനപ്പിൽ ഇപ്പം ഏറ്റവും പ്രീമിയം ആയിട്ട് നിൽക്കുന്ന വൺ ഓഫ് ദി വാഹനം ഇതാണ് എന്ന് പറയാം. വൺ ഓഫ് ദി എന്ന് പറയാൻ കാരണം എലവേറ്റ് ഉള്ളതുകൊണ്ടാണ്. പണ്ട് എലവേറ്റ് ഇല്ലാത്തപ്പം ഏറ്റവും എക്സ്പെൻസീവ് ഹോണ്ട വാഹനം ഇതായിരുന്നു. ഒരു കാലത്ത് ഹോണ്ടയ്ക്ക് ഒരുപാട് വണ്ടികൾ ഉണ്ടായിരുന്നു, സിവിക്, അക്കോർഡ്, CR-V എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് സിറ്റി എൻട്രി ലെവലായിരുന്നു. പക്ഷെ അതൊക്കെ മാറി ഇപ്പം സിറ്റി ഇവരുടെ പ്രീമിയം വണ്ടിയായി. എന്തായാലും പ്രൈസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 11.71 lakhs സ്റ്റാർട്ട് ചെയ്ത് 16.19 lakhs വരെയാണ് നമ്മുടെ സിറ്റിയുടെ പ്രൈസ് പോകുന്നത്. ഇതിൻ്റെ പ്രൈസ് എലവേറ്റിൻ്റെ പ്രൈസ് ഇപ്പോൾ ഓൾമോസ്റ്റ് സെയിം ആണ്. എലവേറ്റ് ചില വേരിയൻസിൽ കുറച്ച് വില കുറവാണ്. ബേസ് മോഡലൊക്കെ എലവേറ്റ് ഇത്തിരി കൂടെ വില കുറവാണ്. പക്ഷേ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴേക്കും എലവേറ്റ് പണ്ട് ഇറങ്ങിയ കാലത്ത് സിറ്റിയൊക്കെ വില കുറവായിരുന്നു. 15.99 ആയിരുന്നു എക്സ്ഷോറൂം. ആ സമയത്ത് സിറ്റി ആയിരുന്നു ഏറ്റവും എക്സ്പെൻസീവ് വണ്ടി ഹോണ്ടയുടെ ലൈനപ്പിൽ. പക്ഷേ എലവേറ്റിന് ഈ അടുത്തൊരു പ്രൈസൊക്കെ വന്നായിരുന്നു, അതിൽ 20,000 രൂപ കൂടി. അതോടുകൂടി 16.2 lakhs ആയി എലവേറ്റിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് ടോപ്പ് എൻഡിൻ്റെ. അതായത് സിറ്റിയേക്കാൾ 1000 രൂപ ഇപ്പോൾ എലവേറ്റിന് കൂടുതലാണ്. എന്തായാലും അത് ജസ്റ്റ് പ്രൈസിങ്ങിൻ്റെ കാര്യം. നമുക്കിനി ഓഫേഴ്സ് നോക്കാം. സിറ്റിയിൽ ഇപ്പം താൽക്കാലികമായി ഹോണ്ട 1.2 lakhs വരെയുള്ള മാക്സിമം ഡിസ്കൗണ്ട് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അമേസിൻ്റെ കേസ് പോലെ തന്നെ ഈ വണ്ടിയിൽ നമുക്ക് ഇപ്പം മാക്സിമം 1.2 lakhs കിട്ടുന്നു എന്നല്ലാണ്ട് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് 1.2 lakhs ഡയറക്റ്റ് ഓഫർ കിട്ടില്ല. ഇവിടെ നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നത് 30,000 രൂപയുടെയാണ്, അല്ലെങ്കിൽ 32,200 രൂപ വരെ വരുന്ന ആക്സസറീസ് നിങ്ങൾക്ക് ഹോണ്ടയുടെ ഡീലർഷിപ്പിൽ നിന്ന് തന്നെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ചേഞ്ച് ബോണസ് 15,000 രൂപയാണ് ഇവിടെ കിട്ടുന്നത്. കോർപ്പറേറ്റ് ഓഫർ വരുന്നത് 20,000 രൂപയുടെയാണ്.
പിന്നെ നേരത്തെ മറ്റേലുണ്ടായിരുന്ന പോലെ തന്നെ 4000 രൂപയുടെ ലോയൽറ്റി ബോണസ് ഇവിടെയും കിട്ടുന്നുണ്ട്. ഇനി അതുപോലെ നിങ്ങൾ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ മോഡലുണ്ട്. ഇവിടെ അതിൻ്റെ എലഗൻറ്റ് എന്ന് പറഞ്ഞൊരു ട്രിമ്മാണ്. അമേസിൽ നമ്മൾ എലൈറ്റ് വേരിയൻറ്റ് കണ്ട്, ഇവിടെ എലഗൻറ്റ് എന്നാണ് എൻ്റെ പേര്. 36,500 ഈ ഒരു പെർട്ടിക്കുലർ ട്രിം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് അഡീഷണൽ ഓഫർ കിട്ടുന്നുണ്ട്. ഇനി ഒരു സംഭവം കൂടി അവർ പറയുന്നുണ്ട്, പക്ഷെ അത് ഓഫറായിട്ട് എടുക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ ഓഫർ തന്നെയാണ്. കാരണം എക്സ്റ്റൻഡ് വാറൻറ്റിയാണ് ഇപ്പോൾ ഒരു ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് അഡീഷണൽ എടുക്കണമെങ്കിൽ 13,600 രൂപയുടെ അടുത്ത് വരും എക്സ്റ്റൻഡ് വാറൻറ്റി എടുക്കാൻ. പക്ഷേ ഇപ്പോൾ 4th and 5th ഇയർ അഡീഷണൽ വാറൻറ്റി എക്സ്റ്റെൻഡ് ചെയ്ത് ഹോണ്ട തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് തരും. നിങ്ങൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഹോണ്ട വണ്ടികളിലൊക്കെ എക്സ്റ്റൻഡ് വാറൻറ്റി 4-5 വർഷമൊക്കെ എടുക്കുന്നതിന് വലിയ കാര്യമൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. എൻ്റെ വീട്ടിലൊരു ഹോണ്ട സിറ്റി ഉണ്ട്. ഞങ്ങൾ അതിന് എക്സ്റ്റൻഡ് വാറൻറ്റി ഒക്കെ എടുത്തിട്ടായിരുന്നു. ഡീസൽ വണ്ടിയാണ്, 2019 എടുത്തത്, പുതിയ എടുത്ത സമയത്ത്. ഇതിന് എക്സ്റ്റൻഡ് വാറൻറ്റി എടുത്തിട്ടു എന്നല്ലാണ്ട് വണ്ടി ഇപ്പോൾ 5ാമത്തെ വർഷത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഇതുവരെ അതിന് പ്രശ്നമൊന്നും വന്നിട്ടില്ല. എൻ്റെ വാറൻറ്റി വർഷം തീരും. വാറൻറ്റി ഇതുവരെ ക്ലെയിം ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം പോലും വന്നിട്ടില്ല. ഇനിയിപ്പോൾ എൻ്റെ പേടി ഈ വാറൻറ്റിയൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ എന്തെങ്കിലും ഫെയിൽ ആവുമെന്നാണ്. എനിവേ അത് പോട്ടെ, ഞാൻ ജസ്റ്റ് ഇവിടുത്തെ കാര്യം പറഞ്ഞതാണ്. ഇത്രയാണ് നമുക്കിപ്പോൾ സിറ്റിയിൽ കിട്ടുന്ന ഡിസ്കൗണ്ട്. ഇനി നിങ്ങൾ ഹൈബ്രിഡ് വേരിയൻറ്റിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ ഓഫറൊന്നും കിട്ടുന്നില്ല. 1.5 ലിറ്റർ എണ്ണ പെട്രോളിൽ വരുന്ന ഐവിടെക് എഞ്ചിനുള്ള 4 സിലിണ്ടർ മോഡൽ, അതിൻ്റെ അകത്ത് മാത്രമാണ് നമുക്കിപ്പോൾ സിറ്റിയുടെ ലൈനപ്പിൽ ഓഫേഴ്സ് കിട്ടുന്നത്. ഹൈബ്രിഡിന് വലിയ സെയിൽസ് ഒന്നും ഇല്ല, എന്നാലും അവർ ഓഫേഴ്സ് കൊടുക്കാത്തത് എന്താണെന്ന് നമുക്കറിയില്ല. എനിവേ ഇനി ഹോണ്ടയുടെ ലൈനപ്പിൽ ബാക്കിയുള്ള ഒരേ ഒരു വാഹനമാണ്. അതേതാണ് എന്ന് നിങ്ങൾക്കിപ്പോൾ തീർച്ചയായും മനസ്സിലായി കാണുമായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ എലിവേറ്റ് തന്നെയാണ്. 11.58 ലാക്സിലാണ് ഇപ്പോൾ എലിവേറ്റിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 16.2 ലാക്സ് വരെയാണ് പ്രൈസ് പോകുന്നത്. ഇവരിതിൻ്റെ ബേസ് മോഡലിൻ്റെ പ്രൈസാണ് ഈ അടുത്ത് വന്ന പ്രൈസ് സൈക്കിൾ ഏറ്റവും അധികം കൂട്ടിയത്. 59,000 രൂപയാണ് കൂട്ടിയത്. അതായത് പണ്ട് 10.99 ലാക്സ് ആയിരുന്നു, അതാണ് ഇപ്പോൾ 11.58 ലാക്സ് ആക്കിയത്. ഇപ്പം സിറ്റിയുടെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബേസ് മോഡൽ ടു ബേസ് മോഡൽ കമ്പയർ ചെയ്യുമ്പം വ്യത്യാസം കുറച്ച് കുറവാണ്. അതായത് ജസ്റ്റ് 13,000 റുപ്പീസിൻ്റെ ഡിഫറൻസേ വരുന്നുള്ളൂ. എന്തായാലും എലിവേറ്റ് SUV ആയതുകൊണ്ട് ആൾക്കാർ വാങ്ങുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ 4,000 അടുത്താണ് എലിവേറ്റിന് ആവറേജ് സെയിൽസ് ഒരു മാസം കിട്ടുന്നത്. 4,000 5,000 വരെയൊക്കെ ചില മാസം പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഹോണ്ടയുടെ ഇപ്പോഴത്തെ ആവറേജ് മന്ത്ലി സെയിൽസും 8,000 to 10,000 ഇടയിൽ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഹോണ്ടയെ ഒരു വോളിയം സെല്ലറാക്കാൻ ഒരു പരിധി വരെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയും എലിവേറ്റ്. കാരണം ഇത് ഇറങ്ങുന്നതിന് മുമ്പ് അമേസും സിറ്റിയും രണ്ടും കൂടെ ചേർന്ന് 5,000 അടുത്തൊക്കെയാണ് ഹോണ്ടയ്ക്ക് സെയിൽസ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ മറ്റ് 2 വണ്ടികളുടെയും സെയിൽസ് ഒരു ഇത്തിരി, അതായത് പ്രൊഡക്ഷൻ ഒരു ഇത്തിരി കുറച്ചിട്ട് ഈ വണ്ടിയിൽ മാത്രം ഓഫേഴ്സ് കൊടുത്തു തുടങ്ങി. പിന്നെ ഇതിൽ ഓഫേഴ്സ് കൊടുക്കാൻ മാത്രമൊക്കെ ഇതിൻ്റെ സെയിൽസ് കുറവാണോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അല്ല, സെയിൽസ് കുറവായിട്ടല്ല അവർ ഓഫേഴ്സ് കൊടുക്കുന്നത്, ജസ്റ്റ് അല്ലാണ്ട് നോർമലായിട്ട് കൊടുക്കുകയാണ്. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓഫർ കൊടുക്കുന്നുണ്ടെന്ന് പറയും. അതായത് 50,000 50,000 രൂപ വരെയുള്ള മാക്സിമം ഡിസ്കൗണ്ട് നമുക്ക് എലിവേറ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ സ്പ്ലിറ്റ് റേറ്റ് ഒന്നും എനിക്കറിയില്ല കേട്ടോ, അതൊന്നും അവർ പുറത്ത് വിട്ടിട്ടില്ല. അതായത് എത്രയാണ് ക്യാഷ് ഡിസ്കൗണ്ട്, എത്രയാണ് മറ്റേ ഡിസ്കൗണ്ട്, മറിച്ച ഡിസ്കൗണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ മാക്സിമം ഓഫർ വരുന്നത് 50,000 വരെയാണ് എന്ന് പറയും. അതിപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഓരോ വേരിയൻ്റ് അനുസരിച്ച് വ്യത്യാസം വരും. പിന്നെ ക്യാഷ് ഡിസ്കൗണ്ട് മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് സ്പ്ലിറ്റപ്പ് ആയിരിക്കുമല്ലോ, അത് തീർച്ചയായും മനസ്സിലാക്കി വെക്കുക. എന്നാലും ജസ്റ്റ് ഈ അടുത്ത് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയിൽ മാക്സിമം 50,000 രൂപ വരെയുള്ള ഓഫർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതൊരു വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഇതാണ് ഗൈസ് ഹോണ്ടയുടെ ഈ അടുത്തുള്ള വണ്ടികളുടെ ഡിസ്കൗണ്ടിൻ്റെ ഒരു സ്റ്റാറ്റസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.